നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അൽ നസറിന് സമനില. അൽ റെയ്ദാണ് അവരെ 1-1 സമനിലയിൽ കുരുക്കിയിരിക്കുന്നത്. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിനായിട്ട് ഗോൾ അടിച്ചപ്പോൾ മറുഭാഗത്ത് ഫൗസൈറാണ് അൽ റെയ്ദിന്റെ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ റഫറിയുടെ ചില തീരുമാനങ്ങൾ പിന്നീട് വിവാദമായി. ലൂയിസ് കാസ്ട്രോ തന്നെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടു. ക്രിസ്ത്യാനോയുടെ ഒരു ഗോള് ഓഫ് സൈഡ് എന്ന് പറഞ്ഞ് ഡിസലവ് ചെയ്തു. അതുപോലെ തന്നെ അൽ നസറിന് അനുകൂലമായി ലഭിക്കേണ്ട ഒരു പെനാൽറ്റി നിഷേധിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് കോച്ചിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് പിന്നീട് വിവാദമായി മാറിയിട്ടുമുണ്ട്. ഏതായാലും മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. അലവാൽ പാർക്കിൽ നടന്ന മത്സരത്തില് അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അവരുടെ മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ആൻഡേഴ്സൺ ടാലിസ്കിയും സാദിയോ മാനയും ഒറ്റാവിയോയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 34-ാമത്തെ മിനിറ്റിലാണ് ക്രിസ്ത്യാനോയുടെ ഗോൾ പിറക്കുന്നത്. സാദിയോ മാനയുടെ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെയാണ് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചത്. മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽ നസർ മുന്നിലായിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിൽ 49-ാമത്തെ മിനിറ്റിലാണ് അൽ റെയ്ദ് ഗോൾ തിരിച്ചടിക്കുന്നത്. പെനാൽറ്റി ആയിരുന്നു അത്. ആദ്യം ലപ്പോർട്ടിന് റെഡ് കാർഡൊക്കെ കൊടുത്തു, പക്ഷെ പിന്നീട് റഫറി അത് യെല്ലോ കാർഡാക്കി മാറ്റി. ഏതായാലും 49-ാമത്തെ മിനിറ്റില് പെനാൽറ്റിയിലൂടെ ഫൗസൈർ അൽ റെയ്ദിന് ഒപ്പം എത്തിച്ചു. മത്സരം പുരോഗമിക്കവേ പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് വലയിലേക്ക് എത്തിച്ചെങ്കിലും റഫറി അത് ഓഫ് സൈഡ് എന്ന് പിന്നീട് വിധിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ അൽ നസറിന് അനുകൂലമായിട്ട് ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു. പെനാൽറ്റി ബോക്സിൽ വെച്ച് അൽ റെയ്ദിന്റെ താരത്തിന്റെ കയ്യിൽ ബോൾ കൊണ്ടിരുന്നു. എന്നാൽ അത് പെനാൽറ്റി അല്ല എന്ന് വിധിക്കുകയാണ് റഫറി ചെയ്തത്. ഏതായാലും മത്സരം 1-1 സമനില. അൽ നസറിന് ഇത് നല്ല കാലമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.